നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടോ എന്നെങ്ങനെ അമ്മമാർക്ക് അല്ലെങ്കിൽ പാരൻസിന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. കുട്ടികളിൽ ഇപ്പോൾ കാഴ്ചക്കുറവ് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അത് നമുക്കറിയാം, മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ കാർട്ടൂൺസിൻ്റെയൊക്കെ അധിക ഉപയോഗം മൂലം കുട്ടികൾക്ക് ഐ പ്രോബ്ലം വളരെ കോമൺ ആണ്. അപ്പോൾ ചില മാതാപിതാക്കൾ ചോദിക്കാറ്, നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുമോ ഐ സൈറ്റിന് എന്തെങ്കിലും വിഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നുള്ള. അപ്പം കണ്ണിന് വരുന്ന മിക്കവാറും പ്രോബ്ലങ്ങളിലൊക്കെ മെയിനായിട്ടും ഒരേ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണങ്ങളായിരിക്കും പുറത്ത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ലക്ഷണങ്ങൾ കുട്ടിക്ക് കണ്ണിന് പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ കാഴ്ചക്കുറവുണ്ടെങ്കിൽ കുട്ടി പുറത്ത് കാണിക്കും എന്നുള്ളത്. ആദ്യമേ തന്നെ സ്ക്വിൻറ്റ് ഐസ് ആയിരിക്കും, അതായത് കോങ്കണ്ണ്, ഇടയ്ക്കിടയ്ക്ക് കോങ്കണ്ണ് വരിക പിന്നെ മാറുക എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ വിഷൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ കോങ്കണ്ണ് പോലെ നമുക്ക് തോന്നും, ചിലപ്പോൾ മാറി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒപ്താൽമോളജിസ്റ്റിനെ കണ്ടിട്ട് കുട്ടിയുടെ കണ്ണിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ കാഴ്ച ഒന്ന് പരിശോധിക്കുന്നത് ഗുണം ചെയ്യും. രണ്ടാമതായിട്ട്, കുട്ടി ഫ്രീക്വൻ്റ് ആയിട്ട് തലവേദന പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. തലവേദനയ്ക്ക് വേറെ റീസൺ ഒന്നും ഇല്ലെങ്കിൽ കണ്ണ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടി ചിലപ്പോൾ തല കുനിച്ച് എന്തെങ്കിലും വായിക്കാൻ കിട്ടുമ്പോൾ തല കുനിച്ചിട്ട് വായിക്കുക, വളരെ തല കുനിച്ച് അടുത്തേക്ക് പിടിച്ച് വായിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല കുനിച്ചിട്ട് കയ്യിലുള്ള ബുക്കോ പേപ്പറോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഒരു കണ്ണ് കവർ ചെയ്തിട്ട് കുട്ടി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ണ് കവർ ചെയ്ത് നോക്കും, കുറച്ച് കഴിയുമ്പോൾ മറ്റേ കണ്ണ് കവർ ചെയ്തിട്ട് നോക്കും. അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കുട്ടിക്ക് അത് ശരിക്കും അതിൻ്റെ വിഷൻ കാണുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ അടുത്തതായിട്ടും കുട്ടി ചരിഞ്ഞിട്ടൊക്കെ നോക്കാന്നുണ്ട്. ദൂരെ നിൽക്കുന്ന ഒബ്ജക്റ്റിനൊക്കെ മിക്കവാറും ഒന്ന് കറക്റ്റ് ആ ഒരു വിഷൻ അല്ലെങ്കിൽ ഫോക്കസ് കിട്ടിയില്ലെങ്കിൽ ഒന്ന് ചരിഞ്ഞൊക്കെ തലയൊക്കെ ചരിച്ചു പിടിച്ച് നോക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കണ്ണിന് വേദന, തലവേദന പോലെ തന്നെ കണ്ണിന് വേദന പറഞ്ഞാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് റബ്ബ് ചെയ്യുന്നു, എന്തോ റീസൺ മൂലം ഇടയ്ക്കിടയ്ക്ക് കണ്ണ് റബ്ബ് ചെയ്യുന്നു. അതുപോലെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് നല്ല ശക്തിയായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് പല റീസൺ, ന്യൂറോളജിക്കൽ റീസൺ അല്ലെ പല ടെൻഷൻ കൂടുമ്പോഴൊക്കെ കണ്ണ് അടയ്ക്കാറുണ്ട് കുട്ടി ഫ്രീക്വൻ്റ് ആയിട്ട്. പക്ഷെ ഇതിങ്ങനെ തുടർച്ചയായിട്ട് പോയി കഴിഞ്ഞായിട്ടും എന്തൊക്കെയായാലും നമ്മൾ ഒന്ന് നോക്കേണ്ടതാണ്, കണ്ണിൻ്റെ കാഴ്ച ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ പാരൻസിനേക്കാളും ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മനസ്സിലാക്കാൻ അവരുടെ ടീച്ചറിനായിരിക്കും സാധിക്കുക. കാരണം കുട്ടി ബ്ലാക്ക് ബോർഡിൽ എഴുതിയത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുത്ത കാര്യം കുട്ടിക്ക് ഒരു നോട്ട്ബുക്കിലേക്ക് പകർത്താൻ പറ്റുന്നതിലൊക്കെ ഒരു ടീച്ചറിന് പെട്ടെന്ന് മനസ്സിലാകും എന്തോ ഐസൈറ്റ് വിഷൻസ് ഉണ്ടോ. മിക്കവാറും കുട്ടികളുടെ ഐ വിഷൻ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിക്കുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും, കാരണം ഇങ്ങനെയുള്ള പ്രോബ്ലം മൂലം. അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ അല്ല ഇതിൽ ഏതെങ്കിലും ലക്ഷണങ്ങളൊക്കെ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ണിൻ്റെ ആരോഗ്യം പരിശോധിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഗുണപ്രദമായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.